2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മലയാള മനോരമ ദിനപത്രം എൻ്റെ കയ്യിൽ ഉണ്ട്. ഈ പത്രത്തിൽ വന്ന ഒരു ചിത്രമാണ് എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത്. വളരെ വൈകി മാധ്യമ പ്രവർത്തന രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. അടിസ്ഥാനപരമായി എനിക്ക് വലിയ എക്സ്പീരിയൻസ് മാധ്യമ പ്രവർത്തന രംഗത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അവസർപ്പക നോവൽ വായിക്കുന്ന വായനക്കാരൻ്റെ മനസ്സിൽ ഉയരുന്ന ചില കൗതുകങ്ങൾ, ചില ചോദ്യങ്ങൾ ഒക്കെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനിത് ആമുഖമായിട്ട് പറയാനുള്ള കാരണം, ഈ പത്രത്തിൽ വന്ന ചിത്രം, ഈ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയിയെ മലയാള മനോരമ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മേമൻ മാത്യു, മാനേജിംഗ് എഡിറ്റർ ജേക്കബ് മാത്യു, ചീഫ് എഡിറ്റർ ഹർഷ മാത്യു, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ റിയാദ് മാത്യു എന്നിവർ ചെന്നൈയിലെ സെക്രട്ടേറിയറ്റിൽ സന്ദർശിച്ചപ്പോൾ, അതായത് മനോരമയിലെ 4 പ്രമുഖർ, അവർ നിസ്സാര ആളുകളല്ല. മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യുവുമായി അടുത്ത ബന്ധമുള്ള 4 പേരാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ കാണാൻ പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് മലയാള മനോരമയുടെ 9-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേകത എനിക്കിതിന് തോന്നിയത്, ചിത്രം മാത്രമേ ഉള്ളൂ. ഞാൻ പത്രം മുഴുവൻ പരതി നോക്കിയിട്ടും ഇതിൻ്റെ വാർത്ത ഞാൻ കണ്ടില്ല. കേരളത്തിലെ പ്രമുഖമായൊരു പത്രത്തിലെ 4 പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ എന്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ കണ്ടത്? നിവേദനം കൊടുക്കാനാണോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മലയാളികളുടെ എന്തെങ്കിലും വിഷയം പറയാനാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഫോട്ടോ മാത്രമേ മനോരമയിൽ വന്നിട്ടുള്ളൂ. ഫോട്ടോയ്ക്ക് ആധാരമായ വാർത്ത മനോരമയിൽ വന്നില്ല. അങ്ങനെ ഒരു വാർത്ത മനോരമയിൽ വന്നില്ല, ഫോട്ടോ ഉണ്ട്, വാർത്ത വന്നില്ല എന്ന് പറഞ്ഞാൽ തലയുണ്ട്, ഉടലില്ല എന്നതുപോലെയാണ്. ഉടലില്ലാത്തൊരു തല മാത്രമാണ് വാർത്തയില്ലാത്ത ഫോട്ടോ. ഇത് കണ്ടപ്പോഴേ എനിക്ക് കൗതുകം തോന്നി. എന്താണ് ഇവർ 4 പേരുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? അത് സാധാരണ ഏതൊരു വായനക്കാരനും, കൗതുകത്തോടെ വായിക്കുന്ന ഏതൊരു വായനക്കാരനും തോന്നാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ സന്ദർശനത്തിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നത് 4 കാര്യങ്ങളാണ്. ഇത് വെറും ഒരു സൗഹൃദ സന്ദർശനമാകാം. രണ്ടാമത്, ഒരുപക്ഷെ ഇതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനമാകാം. മൂന്നാമത്തേത്, ഇതൊരു നിഗൂഢമായ സന്ദർശനവും ആകാം. ആ നിഗൂഢമായ സന്ദർശനമാണ് എങ്കിൽ അതിൻ്റെ ഫലം അറിയാൻ നമ്മൾ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. ഞാനിതൊക്കെ പറഞ്ഞത്, എൻ്റെ ബാല്യകാലത്ത് ഞാൻ ആദ്യം വായിക്കുന്ന പത്രം മലയാള രാജ്യം പത്രമായിരുന്നു. കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്നില്ല മലയാള രാജ്യം. അതാണ് എൻ്റെ ചെറുപ്പത്തിലെ പത്രത്തെക്കുറിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പത്രം മലയാള രാജ്യമാണ്, കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്നത്. രണ്ടാമത് വരുന്നത് മലയാള മനോരമയാണ്. 3 പത്രങ്ങളും വീട്ടിൽ വരുത്തുമായിരുന്നത് കൊണ്ട്, മക്കളൊക്കെ പത്രം വായിക്കണമെന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടും ഈ പത്രമൊക്കെ നിർബന്ധമായി ചെറുപ്പകാലത്ത് തന്നെ ഞാൻ വായിക്കുമായിരുന്നു. മനോരമയാണ് ഞാൻ രണ്ടാമതായിട്ട് പരിചയപ്പെടുന്ന പത്രം. പക്ഷെ മനോരമയും ഞാനുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. ആത്മബന്ധത്തിൻ്റെ കാരണം അഖില കേരള ബാലജന സഖ്യമാണ്. അഖില കേരള ബാലജന സഖ്യം എന്ന കുട്ടികളുടെ സംഘടനയാണ് എൻ്റെ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എന്ന് വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഈ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ നിയന്ത്രണം മലയാള മനോരമയ്ക്കായിരുന്നു. അന്ന് ശങ്കരൻ ചേട്ടനായിരുന്നു ഞങ്ങളുടെ രക്ഷാധികാരി, ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ശരി, മലയാള മനോരമയുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുള്ളത് അതാണ്. നാഷണൽ ബാലജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. കോന്നി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്ന് എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ പിൽക്കാലത്ത് കോൺഗ്രസ് നേതാവായ മാത്യു കൊളത്തിങ്കൽ ആയിരുന്നു പ്രസിഡന്റ്. അങ്ങനെ മലയാള മനോരമയുടെ ബാലജന സഖ്യം എൻ്റെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒന്നായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ എനിക്ക് മനോരമയോടെ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതൽ ഞാൻ മലയാള മനോരമ വായിക്കുകയല്ല, വരികൾക്കിടയിലൂടി വായിച്ച് വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു വായനക്കാരനായിട്ട് മാറി. മനോരമയുടെ തന്ത്രങ്ങൾ, മനോരമയുടെ കുതന്ത്രങ്ങൾ, മനോരമയുടെ കൗശലങ്ങൾ, ഇതൊക്കെ
കൃത്യമായി പഠിക്കണമെങ്കിൽ വരികൾക്കിടയിലൂടെ വാർത്ത വായിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത് മനോരമയിലെ നിസ്സാരക്കാരായ ആളുകളല്ല പോയത്. മലയാള മനോരമയ്ക്ക് കേരളത്തിലെ പത്ര ലോകത്ത് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും അധികം വായനക്കാരുള്ളൊരു പത്രം എന്ന നിലയിൽ വലിയ സ്വാധീനമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ശ്രദ്ധാപൂർവം വായിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പത്രമാണ് മലയാള മനോരമ. അതിന് സംശയമൊന്നുള്ള കാര്യമല്ല, ഏറ്റവും അധികം വായനക്കാരുള്ള പത്രമല്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷെ മനോരമ പത്രാധിപന്മാർ അവരൊരിക്കലും മുഖ്യമന്ത്രിമാരുടെ ഓഫീസിൽ പോയി സന്ദർശിക്കാറില്ല. മുഖ്യമന്ത്രിമാർ അവരുടെ ഓഫീസ് സന്ദർശിക്കാറേ ഉള്ളൂ. അതാണ് മനോരമയുടെ പ്രത്യേകത. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു കാലത്ത് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു, പഴയ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ KR നാരായണൻ, അദ്ദേഹം മലയാള മനോരമയുടെ ഓഫീസ് സന്ദർശിച്ചു, കോട്ടയത്തെ ഓഫീസ് സന്ദർശിച്ചു. അതിൻ്റെ ഒരു ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ മങ്ങാതെ നിൽക്കുന്നുണ്ട്. ഒരു സോഫയിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനെ KR നാരായണൻ എന്ന ഇന്ത്യൻ രാഷ്ട്രപതി ഇരിക്കുമ്പോൾ കാലുമേ കാലുമൊക്കെ വെച്ച് ഒരു സോഫ നിറഞ്ഞ് മാമൻ മാത്യു ഇരിക്കുന്നു. ഈ ചിത്രം ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് വളരെ ആദരപൂർവ്വം ഒരു പത്രാധിപരുടെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ആ പത്രാധിപർ നിസ്സാരക്കാരനല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ ഇരുത്താൻ ഒരു പത്രാധിപർ കഴിഞ്ഞാൽ അതും നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. ഇതാണ് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രം. മനോരമയിലെ സന്ദർശിച്ച പ്രമുഖരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ വരുന്നത് KR നാരായണൻ്റെ സന്ദർശനമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മലയാള മനോരമയുടെ പത്രാധിപന്മാർ 4 പേര് നേരെ ചെന്നൈയിലേക്ക് പോയി അവിടെ ജോസഫ് വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. എന്താണ് കാരണം? സ്വാഭാവികമായ ഒരു സംശയമാണ്. ഇവിടെ എനിക്ക് ചില സംശയങ്ങളുള്ളത്, അതായത് നമ്മുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ മല മുഹമ്മദിനടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോകണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ സന്ദർശിച്ചിരിക്കുന്നതാണ് മുഹമ്മദ് മലയുടെ അടുത്തേക്ക് വരികയല്ല, മല മുഹമ്മദിനടുത്തേക്ക് പോകുന്ന ചിത്രമാണ് ഈ ഫോട്ടോ പറയുന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ശരി, എൻ്റെ സംശയം, ജോസഫ് വിജയും VD സതീശനും ഒരേ കാലത്ത് മുഖ്യമന്ത്രിയായ ആളുകളാണ്. ഒരാൾ കേരളത്തിലും മറ്റൊരാൾ തമിഴ്നാട്ടിലും. ഈ 4 പേർ VD സതീശനെ കണ്ട ഒരു ചിത്രം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സന്ദർശിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് എത്ര കിലോമീറ്ററിൻ്റെ ദൂരം ഉണ്ടെന്നറിയാം. നമുക്ക് 100-125 കിലോമീറ്ററിൻ്റെ അല്ലെങ്കിൽ 150 കിലോമീറ്റർ താഴെയുള്ള ദൂരമേ ഉള്ളൂ കോട്ടയവും തിരുവനന്തപുരവുമായിട്ട്. പക്ഷേ കേരള മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ മനോരമയിൽ ആരും പോയതായിട്ട് ഒരു ചിത്രം ഞാൻ കണ്ടില്ല. പോയെന്ന് എനിക്കറിഞ്ഞില്ല, ഒരു ചിത്രം ഞാൻ കണ്ടില്ല. 10 വർഷം കേരളം ഭരിച്ചില്ലേ പിണറായി വിജയൻ, അദ്ദേഹത്തെയും മനോരമയിൽ നിന്ന് ആരും പോയി കണ്ടതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. സ്റ്റാലിൻ ഭരിച്ചല്ലോ തമിഴ്നാട്, അന്ന് സ്റ്റാലിനെയും പോയി കണ്ടതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ജോസഫ് വിജയെ മലയാള മനോരമയുടെ തലപ്പത്തിരിക്കുന്ന 4 പ്രമുഖർ പോയി അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ കണ്ടത്? അതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ടാവുമല്ലോ, കാരണമില്ലാതെ പോവില്ലല്ലോ. എന്തിനവർ പോയിരുന്നു എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മലയാള മനോരമയെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. മനോരമയ്ക്ക് സ്നേഹമില്ല, സൗഹൃദമില്ല, ബിസിനസ് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബോബനും മോളിയും വരച്ചിരുന്ന ടോംസുമായുള്ള ബന്ധം. എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ ആഴ്ചപ്പതിപ്പും ആദ്യത്തെ പേജ് തൊട്ട് തുറന്ന് വായിക്കുമ്പോൾ മനോരമ ആഴ്ചപ്പതിപ്പ് മാത്രം പുറകിൽ നിന്നാണ് വായിച്ചു തുടങ്ങുന്നത് എന്നുള്ളൊരു വാസ്തവമായിരുന്നു. അതിൻ്റെ കാരണക്കാരൻ ടോംസുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മലയാള മനോരമ എന്ന പത്രത്തിന് നമ്മൾ ആ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, അവർക്ക് സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വ്യക്തിപരമായ സ്നേഹമോ ബന്ധമോ ഒന്നും അവർക്കില്ല. സ്ട്രോങ് ലൈക്സ് ഉണ്ട്, സ്ട്രോങ് ഡിസ്ലൈക്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ മുഖ്യമന്ത്രി കരുണാകരനുമാണ്. ഉമ്മൻചാണ്ടി മലയാള മനോരമയുടെ മാനസപുത്രനായിരുന്നു. കരുണാകരനെ എന്നും അവരെ പ്രതിയോഗിയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ഇവിടെ എനിക്ക് മുന്നറിയിപ്പ് തരാനുള്ളത്, ഈ സന്ദർശനം കണ്ടപ്പോൾ എനിക്ക് മുന്നറിയിപ്പ് തരാൻ തോന്നുന്നത്, ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൻ്റെ ഘടകത്തിനാണ്. ഒരുപക്ഷെ അതിൻ്റെ അഖിലേന്ത്യാ ഘടകത്തിനും ആകുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ കരുതിയിരിക്കുക, നമ്മുടെ നാടൻ ഒരു പ്രയോഗമുണ്ടല്ലോ, പണി പാലും വെള്ളത്തിലും വരുമെന്ന്. അതെന്തായാലും BJP ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് കരുതിയിരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ്. VD സതീശൻ ചാരക്കേസ് മറക്കരുത്. അവിടെ ആ കസേരയിലിരിക്കുമ്പോൾ സുഖമാണ് ക്ലിഫ് ഹൗസിലെ താമസം,
വലിയ ആദരവും അംഗീകാരവും ഒക്കെ കിട്ടും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇതുപോലെ ക്ലിഫ് ഹൗസിൽ താമസിച്ച് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. ചാരക്കേസ് വി ഡി സതീശൻ മറക്കാതിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ധർമ്മോസ് ബത് കുലദൈവതം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ മലയാള മനോരമ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വായനക്കാർക്കറിയാം. ഞാനത് പറയേണ്ട കാര്യമില്ല. ഓരോ വായനക്കാരനും മനോരമയെ വിലയിരുത്തുന്ന ആളുകളാണ്. വായനക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ മനോരമയുടെ ഒരു ടൈറ്റിൽ പറയുന്ന കാര്യം കുഞ്ഞുണ്ണി കവിത പോലെയുള്ളൂ. കുഞ്ഞുണ്ട കവിത പറയുമല്ലോ, യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണ് എൻ്റെ ആശ്വാസം. അതുപോലെയുള്ളൂ ധർമ്മോസ് മത് കുലദൈവതം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ സന്ദർശനം, ഈ പ്രമുഖരായ 4 പേരുടെ സന്ദർശനം വായനക്കാർ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. നാളത്തെ മലയാള മനോരമയിൽ നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞുള്ള മലയാള മനോരമയിൽ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വാർത്തകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.